चोली के पीछे जागे चोली के पीछे चोली के पीछे जागे എന്നെ മനസ്സിലായോ? കുട്ടി ഏതാ? മോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ? രണ്ട് കുട്ടിയല്ല, ഞമ്മണിക്കുട്ടി. മണിക്കുട്ടി ഈ പൂക്കളും കൊണ്ട് എങ്ങോട്ടാ? ഇത് പൂക്കളാണെന്ന് എങ്ങനെ മനസ്സിലായി? മണം കണ്ണു വറക്കിയാത്തവർക്കേ മൂക്കിന് ഭയങ്കര പവറാ. ആ എന്നാ ഇതെന്താ? മണിക്കുട്ടിയുടെ അതേ മണം. സാരിയാണല്ലേ? എന്നാ ഇതെന്താ? ഈ പൊടി അടിക്കുന്നവരെ കൊണ്ട് കാണിച്ചാൽ എങ്ങനെ തിരിച്ചറിയുക? കണ്ണ് കാണാല്ലേ? മണിക്കുട്ടി എന്നെ പരിഹസിക്കുകയാണല്ലേ? ഒരന്തനെ ഒരിക്കലും പരീക്ഷിക്കരുത്. അതെ, എന്റെ കയ്യിലായിരുന്നു കണ്ണട ഇരുന്നെന്ന് മനസ്സിലായി. കണ്ണട എപ്പോഴും കണ്ണിലിരിക്കുന്നത് കൊണ്ട് അത് മാത്രം കാണാം. സത്യം സത്യം. ഇപ്പൊ വിശ്വാസമായില്ല? പിന്നെ വളരെ വിശ്വാസമായി. അതെ, മനുഷ്യനെ തീരെ വടിയാക്കരുത് കേട്ടോ. തന്നിവിടെ വന്നിട്ടപ്പോ പറഞ്ഞില്ലേ ഈ പൂവിന് മണം ഉണ്ടെന്ന്. ഇത് പ്ലാസ്റ്റിക് പൂവാ. അപ്പഴേ മനസ്സിലായി തനിക്ക് കണ്ണ് കാണാന്ന് കേട്ടോടാ. കാഴ്ചയുള്ള വീടാ. അതിന് പ്ലാസ്റ്റിക് പൂവിന്റെ പണമാണെന്നല്ലേ പറഞ്ഞത്? അതെ, കൂടുതൽ നമ്പർ ഇട്ട അവസാനം കണ്ണാടിയല്ല കണ്ണില്ല വരും പറഞ്ഞേക്കാം. എന്റെ ഭാര്യ ഈ രൂപത്തിലായി പോയല്ലോ ഈശ്വര. മനുഷ്യന്റെ സമാധാനം എത്തിക്കാൻ വേണ്ടി ഓരോന്ന് കൊണ്ട് വെച്ചോണ്ട് നിൽക്കും. അമ്മായി, അമ്മായിയോടെ? അമ്മേ വിവരം കിട്ടിയോ? എല്ലാ വിവരവും കിട്ടി. അമ്മാവൻ എന്ന് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും. അമ്മായി, അപ്പഴക്കെ ഞാൻ പറഞ്ഞു വന്നത്, പലരുടെയും കണ്ണു തുറപ്പിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളുകൾ ഇന്നഴിയും. നീ എന്തുണ്ടായി പറയുന്നത്? എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ആ രമേശനെ അമ്മാവൻ എത്രയും പെട്ടെന്ന് കാണണമെന്ന്. അമ്മാവനോ? എല്ലാം കാണാനോ? ഇപ്പൊ തന്നെ പോവാം. ഞാനും കൂടി വരാം. അത് വേണ്ട, അമ്മാവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ പിന്നെ എന്നെയോ അമ്മാവൻ കൂടെ വന്നിട്ട് കണ്ടാ പോരെ? അത് പോരാ. രമേശൻ അങ്ങോട്ട് ചെന്നാലേ അമ്മാവൻ ഇങ്ങോട്ട് വരള്ളൂ എന്ന് പറഞ്ഞ് മൂപ്പര് വാശിയിൽ നിൽക്കാം. അതുകൊണ്ടല്ലേ ഞാൻ ചാടി വാങ്ങി വന്നത്. അമ്മ ഈ വിഷമിച്ചു. എനിക്ക് നോവണില്ല. നോവാൻ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. ബാലൻസ് ഞാൻ പുറകിലിരുന്നപ്പോ വേണ്ട, ഇതാ സൗകര്യം. എന്നെ ഒന്ന് സഹായിക്കാം ഒന്നാ ഇറങ്ങാൻ. പിന്നെന്താ? ഇനി എങ്ങോട്ടാ? നേരെ നേരെയാ? വഴിയിലൊക്കെ വേദിക്കും. അയ്യോ, ഞാൻ സഹായിക്കാം. അയ്യോ അയ്യോ എന്നാ വടി. എവിടെ എന്നാ ഡോക്ടറെങ്കിൽ? ഗോത്രങ്ങളെ കെട്ടിയിട്ട സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡോക്ടറെങ്കിലിനെ കെട്ടിയിട്ടോ? ഏത് ദുഷ്ടനാണ് ഡോക്ടറെങ്കിലിനെ കെട്ടിയിട്ടത്? ആ ദുഷ്ടനെയാണ് ഞങ്ങൾക്കും പിടികിട്ടേണ്ടത്. അവനെ കെട്ടിയിട്ട് വേണം ഇടിച്ച് സൂപ്പാക്കാൻ. എന്തേ? ഗ്യാസിന്റെ ഉപദ്രവം അതെന്നേക്കുമായി അവസാനിപ്പിച്ചു തരാം. അവിടെ പിടിച്ചാ ആരാത്? പട്ടിയുടെ അളയൻ തച്ചോളി മരുമകൻ ചന്തു. സ്ത്രീ ശബ്ദമാണല്ലോ. ചന്തുവോ കുന്തിയോ? കുന്തം. അതാ ഈ ശബ്ദം. ശിവനെ, എന്താ ഇത്? അന്ധനല്ല, ഏത് അന്ധകനെയും പരീക്ഷിക്കാൻ പറ്റിയൊരു ഉപകരണമാണത്. ഉപകരണോ? എന്താ പറഞ്ഞേ? ആരാത്? ഞാനാ, ജോൺ സാമുവൽ. ഇതെന്താ? ഒരു ബർത്ത്ഡേ പ്രസന്റാ. അയ്യോ, ഇന്നെന്റെ ബർത്ത്ഡേ ആണോ? ആ ബർത്ത്ഡേ. കണ്ണ് കാണാത്തതുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല. ആ തുറന്ന് നോക്ക്. അച്ഛോ, ഇതാ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാന്ന് പറയുന്നേ. എന്താണത് എന്നോട് മാത്രം പറഞ്ഞത്? എള്ളുണ്ട. അയ്യോ, കുറച്ച് കുളായിത്തീസ്. ഓ, കുളമാകും. എന്താ രമേശ? പോക്കർത്തായി കാണിക്കരുത്. പാമ്പ്. പാമ്പോ? അപ്പൊ നിനക്ക് കണ്ണ് കാണാം. കണ്ണ് കാണാ, ചെവിയെ കേക്കാം. എന്താ
താഴെ ഇറക്കുക. താഴെ ഇറക്കാം. അതിനു മുമ്പ് ആദ്യം സത്യം പറ. ആരാ നീ? എല്ലാ സത്യവും ഞാൻ പറയാം. ആ മേനോന്റെ ചെക്കന്റെ പേരെന്താ പറഞ്ഞ്? രമേശൻ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ചെങ്ങായിന്റെ പേര് രാജപ്പൻ. എന്നാ ഈ രാജപ്പനോട് നാട്ടിൽ ചെന്ന ഓന്റെ പേര് രമേശൻ എന്നായിരിക്കും പ്രത്യേകം പറയണം. അത് ചെയ്തലിൽ ഏറ്റ്. അല്ല, ഈ രാജപ്പൻ മടങ്ങി വരുന്നത് വരെ നമ്മുടെ രമേശനെ നിങ്ങൾ ഏടിയ പാർപ്പിക്കുക. അതിനാ നമുക്ക് ഈ ബോംബെയിലെ സ്ഥലത്ത് നിങ്ങൾ ഓനൊന്നും ചെയ്തു കളയല്ലേ. വർഷങ്ങളായിട്ട് നമ്മൾ മേനോ സാറിന്റെ ഡ്രൈവറായിട്ട് പണിയെടുക്കുക. ചെയ്തല്ലെങ്കിൽ പേടിക്കണ്ട. ആ. പിന്നെ നാട്ടിലെ കണ്ണു ഡോക്ടറുടെ പേരെന്താന്നാ പറഞ്ഞ്? ഉണ്ണിത്താൻ. അയാള് രമേശനെ തിരിച്ചറിയോ? രമേശന് 1 വയസ്സുള്ളപ്പോ കണ്ടതാ ഉണ്ണിത്താൻ ഡോക്ടർ. വർഷങ്ങൾ എത്ര കഴിഞ്ഞ് രമേശന്റെ അമ്മയെ പോലും ഓർക്ക് മനസ്സിലാവില്ല എന്ന്. എന്നിട്ടല്ലേ ഇപ്പൊ രമേശൻ. ഇനിയിപ്പോ രാജപ്പത്തിന് സമ്മതിക്കോ? ഇക്ക, ഞാനും ഓനും 2 വർഷങ്ങളായിട്ട് ഒന്നിച്ചല്ലേ കഴിയണത്. ഓന്റെ പെങ്ങളെ കെട്ടിക്കാൻ 25,000 ഉറുപ്പിക്ക് വേണ്ടി ഓൻ കിഡ്നി വിൽക്കാൻ നടക്കല്ലേ. ഇക്ക വരി. രാജപ്പാ, രാജപ്പാ, ഇത് കരീംബായി. ചെയ്തലി പറഞ്ഞിട്ട് അന്നെ നമുക്കറിയും. ഈ പെണ്ണൊന്ന് സഹായിക്കണം. ഞാൻ എന്തോന്ന് സഹായിക്കണ സാറേ? എന്തായി അന്റെ കിഡ്നി വിൽപ്പന? ഒന്നും തരാനില്ല. ഇനിയിപ്പോ എന്റെ കിഡ്നിയും കൂടിയും പോയാ എന്താ ശരീരത്തിൽ പോയാ ബാക്കി ഉണ്ടാവുക? പിന്നെ ഈ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം പോകാതെ 25,000 ഉറുപ്പ്യ കണക്ക് നമ്മള് തന്നാലോ? അതെ, അതിനായിട്ടാ നമ്മൾ ഇക്കാനും കൂട്ടി ഇവിടെ വന്നത്. 25,000 രൂപ വെറുതെ തരിയില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറേ? വെറുതെ അല്ല, ചെറിയൊരു ആൾമാറാട്ടം നടത്തിയാ മതി. ഓ, അതൊക്കെ ഞാൻ ചെയ്യാം. എന്നാ 25,000 കിട്ടുമോ? കിട്ടിയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് പോലെ അഭിനയിക്കണം. അതൊക്കെ ഞാൻ അഭിനയിക്കാം. നാടകത്തിലോ സിനിമയിലോ ആണെങ്കിൽ ഞാൻ അഭിനയിക്കാം. രജനീകാന്തിനെ പോലെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ. ഇത് നാടകവും സിനിമയൊന്നും അല്ല രാജപ്പ, ജീവിതത്തിലാ. അയ്യോ, അതൊന്നും പറ്റൂല. ജീവിതം എന്നൊക്കെ പറഞ്ഞ ചുമ്മാ ഒരുമാതിരി. രൂപ 25,000 രാജപ്പ. നല്ലവണ്ണം ആലോചിച്ച് ഉത്തരം പറഞ്ഞാ മതി. കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല. ആ. ഈ സമ്മതിക്കട വരാല് പെങ്ങളുടെ കല്യാണം. എന്നാ 25,000 തരുമോ? ആ.